Inflorescence is a branch of flower or a group of flower which have a common axis is called inflorescence. What is it actually? It is a modified shoot. If you see an inflorescence, that is modification of a shoot. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏതെങ്കിലും പ്ലാന്റ് ഫ്ലവർ ചെയ്യുന്ന സമയത്ത് ഒരു ബ്രാഞ്ച് തന്നെയാണത്. ഒരു ബ്രാഞ്ച് ഇങ്ങനെ വരുന്നു, ഒരു ബഡ് പോലെ ഒരു ബ്രാഞ്ച് വരുന്നു, അതങ്ങ് പൂവായിട്ട് മാറുന്നു. മാവ് പൂക്കുന്നത് കണ്ടുണ്ടാവും. മാവ് ഒരു ബ്രാഞ്ച് ഉണ്ടാകുന്ന ഒരു സാധനം ഉണ്ടാകുന്നു, അത് നീങ്ങിങ്ങനെ വരുന്നു, അതിൽ പക്ഷേ ഫ്ലവേഴ്സ് വരുന്നു. ലൈക്ക് ദിസ് എ മോഡിഫൈഡ് ബ്രാഞ്ച് ഈസ് called as inflorescence. It bears flowers in groups. A group of flowers which have a common axis is called inflorescence. The common axis of an inflorescence is called peduncle, or the axis which bear, the axis which subtend an inflorescence is called peduncle. It is otherwise called rachis. അതിന് പറയുന്ന വേറൊരു പേരാണ് rachis. Depending on the pattern of growth of an inflorescence. Depending on the pattern of growth of an inflorescence, inflorescence can be of two types, racemose and cymose. That means actually a branch will grow like this, and when a branch grows in a vertical fashion, whether the growing tip is having the flower or not, അത് നമുക്കറിയാം. നമ്മൾ ചില ചെടികളുടെ ഇൻഫ്ലോറസൻസ് നോക്കിയാൽ ഒരു ഇൻഫ്ലോറസൻസ് ഇങ്ങനെ വരും, അതിൻ്റെ താഴെയുള്ള പൂക്കൾ വിരിഞ്ഞ് വിരിഞ്ഞ് മുകളിലോട്ട് ഇങ്ങനെ പൂ വിരിഞ്ഞ് വിരിഞ്ഞ് വരും. അല്ലാതെ ഏറ്റവും മുകളിലല്ല ആദ്യം പൂ വിരിയുന്നത്. Can you tell an example for such a plant? It's an inflorescence where the older flowers ബേസിൽ നിന്നിങ്ങനെ വിരിഞ്ഞ് വിരിഞ്ഞ് വരികയും ഏറ്റവും മുകളിൽ വന്ന് സ്മോളസ്റ്റ് ഫ്ലവർ മുകളിലുമായിരിക്കും. എന്ന് പറഞ്ഞാൽ ആ ബ്രാഞ്ച് ഇപ്പോഴും ഗ്രോയിങ് ആണ്. ഗ്രോയിങ് ആയതുകൊണ്ടാണ് ഓൾഡർ ഫ്ലവർ ബേസിലും സ്മോളർ ഫ്ലവേഴ്സ് ടിപ്പിലും വന്നത്. ഓക്കെ, ദിസ് കൈൻഡ് ഓഫ് ആൻ ഇൻഫ്ലോറസൻസ് വെയർ ദി ആപ്പിക്കൽ ബഡ് കണ്ടിന്യൂസ് ടു ഗ്രോ ആൻഡ് ദസ് ദി ഓൾഡർ ഫ്ലവേഴ്സ് ആർ സീൻ ടുവേർഡ്സ് ദ ബേസ് ആൻഡ് ദി യങ്ങർ ഫ്ലവേഴ്സ് ആർ സീൻ ടുവേർഡ്സ് ദ ടിപ്പ്. ഇങ്ങനത്തെ ഗ്രോത്തിനൊരു കാര്യം പറയും. ഇങ്ങനത്തെ ഓർഡറിന് പറയുന്ന പേരാണ് ആക്രോപീറ്റൽ ഓർഡർ അല്ലെങ്കിൽ ആക്രോപീറ്റൽ സക്സഷൻ. If you see this diagram, see the older flowers are at the base and the younger flowers are at the tip. So the growth was in a base to upper fashion. താഴെ നിന്ന് മുകളിലോട്ടാണ് വളർന്നത്. അതുകൊണ്ട് തന്നെ older flowers basal region, younger flowers ടിപ്പിലും വന്നു. This kind of an inflorescence is called racemose. The just opposite is called cymose. ഇതിന് നേരെ തിരിച്ച് പറയുന്നതിൻ്റെ പേരാണ് എന്താണ്? cymose. Now what is cymose? Cymose എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു, the younger flowers are seen towards the base and the older flowers are seen towards the tip. ഒരു ഇൻഫ്ലോറസൻസിൻ്റെ ഏറ്റവും മുകളിലെ ടിപ്പിൽ ഓൾഡർ ഫ്ലവേഴ്സ് ആണ് വരുന്നതെങ്കിൽ, അതായത് ഒരു പൂക്കൊലയിലുള്ള ആ ഏറ്റവും വലിയ ഫ്ലവേഴ്സ് ഏറ്റവും മുകളിൽ വന്നാൽ യങ്ങർ ഫ്ലവേഴ്സ് ബേസിലോട്ട് കാണും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓർഡർ തിരിഞ്ഞാണ് വരുന്നത്. ദ മെയിൻ ബ്രാഞ്ച് എൻഡ്സ് ഇൻ എ ഫ്ലവർ. പിന്നെ ഉള്ള ഫ്ലവർ എല്ലാം ലാറ്ററൽ ബഡിൽ നിന്നുണ്ടാവുന്നു. അങ്ങനെ ഒരു കേസിനെ പറയുന്ന പേരാണ് സൈമോസ് ഇൻഫ്ലോറസൻസ്. സോ ദാറ്റ് ഈസ് കോൾഡ് ബേസിപീറ്റൽ സക്സഷൻ. അതിന് പറയുന്ന പേര്, ആ ഫ്ലവർ അറേഞ്ച്മെന്റിന് പറയുന്ന പേരാണ് ബേസിപീറ്റൽ സക്സഷൻ. Now, so as I told you, the floral axis or the stalk that bear the inflorescence is called rachis or peduncle. Depending on whether a peduncle branch or not, ഒരു peduncle branch ചെയ്യുന്നോ ഇല്ലയോ എന്നതിൻ്റെ ബേസിൽ racemose inflorescence are of two types. They are simple racemose inflorescence and compound racemose inflorescence. In a simple racemose inflorescence, the peduncle will not branch, but in a compound racemose inflorescence, peduncle will branch.
സിമ്പിൾ റെസിമോസ് ഇൻഫ്ലോറസൻസിലെ പെടങ്ങൾ ബ്രാഞ്ച് ചെയ്യില്ല, എന്നാൽ ഒരു കോമ്പൗണ്ട് റെസിമോസ് ഇൻഫ്ലോറസൻസിൽ പെടങ്ങൾ ബ്രാഞ്ച് ചെയ്യും. Now let's see what are the simple racemose inflorescence. ഏതൊക്കെയാണ് സിമ്പിൾ റെസിമോസ് ഇൻഫ്ലോറസൻസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് കോൾഡ് റസീം. ആദ്യത്തെ തന്നെ പറയുന്ന പേരാണ് റസീം. വാട്ട് ഈസ് റസീം? ഇറ്റ്സ് എ സിമ്പിൾ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റെസിമോസ് ഇൻഫ്ലോറസൻസ് ആണ്. ടിപ്പിക്കൽ റെസിമോസ് ഇൻഫ്ലോറസൻസ് ആണ്. ആൻഡ് there is a common axis. See the diagram. There is a common axis. The older flowers are seen towards the base and the younger flowers are seen towards the tip. Each flower is having a stalk, or flowers are pedicellated and they are having bracteoles. Bracteoles കൊണ്ട് pedicellate ആണ്. ഇങ്ങനെ കാണുന്ന ഒരു ഇൻഫ്ലോറസൻസിന് പറയുന്ന പേരാണ് റെസിമോസ് ഇൻഫ്ലോറസൻസ്. ഫ്യൂസി നമ്മളെ കടുക്, ക്രോട്ടലേറിയ ഇതിലൊക്കെ കാണുന്നത് റെസിമോസ് ഇൻഫ്ലോറസൻസ് ആണ്. Now second one is called corymbose inflorescence അല്ലെങ്കിൽ corymb. And this corymb also, it's also a typical racemose inflorescence. പക്ഷെ ഒരൊറ്റ വ്യത്യാസമുള്ളൂ. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഈ ഡയഗ്രാമിൽ നോക്കൂ. ദ ലോവർ ഫ്ലവേഴ്സ്, യങ്ങർ ഫ്ലവേഴ്സ് ടിപ്പിൽ തന്നെയാണ്, ഓൾഡർ ഫ്ലവേഴ്സ് ബേസിൽ തന്നെയാണ്. യങ്ങർ ഫ്ലവേഴ്സ് ആർ അറ്റ് ദ ടിപ്പ് ആൻഡ് ദി ഓൾഡർ ഫ്ലവേഴ്സ് ആർ സീൻ ടുവേർഡ്സ് ദ ബേസ്. പക്ഷേ the older flowers which are seen in the base has longer pedicel, നീണ്ട പെഡിസൽ ഉണ്ട്. ഓൾഡർ ഫ്ലവേഴ്സിന് നീണ്ട പെഡിസൽ ഉണ്ട്. അത്രയും നീണ്ട പെഡിസൽ. അപ്പം ഓൾഡർ ഫ്ലവേഴ്സ് ഹാവ് ലോങ്ങർ പെഡിസൽ ആൻഡ് യങ്ങർ ഫ്ലവേഴ്സ് ഹാവ് ഷോർട്ടർ പെഡിസൽ. അപ്പം അങ്ങനെ ഈ പെഡിസൽ വ്യത്യാസമുള്ളത് കൊണ്ട് ഏറ്റവും മുകളിൽ എന്താണ്? ഏറ്റവും മുകളിൽ ഫ്ലവേഴ്സ് എല്ലാം ഒരു നിരയായിട്ട് നിൽക്കുന്നത് പോലെ തോന്നും. ബട്ട് ആക്ച്വലി ഇറ്റ് ഇസ് എ റെസിമോസ് ഇൻഫ്ലോറസൻസ് ബിക്കോസ് യങ്ങർ ഫ്ലവേഴ്സ് ആർ സീൻഡ് ഓൺ ദ മിഡിലാണ് യങ്ങർ ഫ്ലവേഴ്സ് കാണുന്നത്. ഓൾഡർ ഫ്ലവേഴ്സ് താഴെയാണ് വരുന്നത്. പക്ഷേ പെഡിസൽ ഇലോങ്ങേറ്റ് ചെയ്തതുകൊണ്ട് എന്തായിട്ട് മാറി? ഒരേ നിരയിൽ വന്നു. ഇങ്ങനെയുള്ള ഒരു ഇൻഫ്ലോറസൻസിന് പറയുന്ന പേരാണ് കോറിംബ്. നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് കാണും രാജമല്ലി എന്നൊരു പ്ലാന്റ് ഉണ്ട്, രാജമല്ലി. ആൻഡ് ദിസ് രാജമല്ലി എന്നുള്ള പ്ലാന്റ് നിങ്ങൾ നോക്കിയാൽ that's a typical corymbose inflorescence. Spike is a raceme, but it has only one difference. എന്താണ്? Flowers are sessile. ഫ്ലവേഴ്സിൽ എന്തില്ല? സെസൈലാണ്. ഫ്ലവേഴ്സിന് എന്തില്ല? ഫ്ലവേഴ്സ് doesn't have a stalk. Stalkless flowers എന്ന് പറഞ്ഞ പേരാണ് sessile flowers. അങ്ങനെ സെസൈൽ ഫ്ലവേഴ്സ് ബ്രാക്റ്റിയോളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് സ്പൈക്ക്. സോ അനദർ വൺ ഈസ് കോൾഡ് കാറ്റ്കിൻ ഇൻഫ്ലോറസൻസ്. എന്താണ് കാറ്റ്കിൻ? കാറ്റ്കിൻ ഇൻഫ്ലോറസൻസ് പറഞ്ഞാൽ റസീം തന്നെയാണ്. ഇറ്റ്സ് എ റസീം എന്ന് നമുക്ക് പറയാം. പക്ഷെ അത് പെൻഡൻ്റ് ആണ്. ഇതുവരെ പറഞ്ഞെല്ലാം മുകളിലോട്ട് ഇങ്ങനെ വളർന്നു നിൽക്കുന്നു. ഇത് ഒരു പോയിന്റിലും താഴോട്ട് വളർന്നു നിൽക്കും. ഓക്കെ, അവിടെ എന്താണ്? യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആണ് അറിയുന്നത്. ഒരു ഡ്രൂപ്പിംഗ് ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് പെഡങ്കിളിൽ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആണ് സാധാരണഗതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു ഇൻഫ്ലോറസൻസിന് പറയുന്ന പേരാണ് കാറ്റ്കിൻ ഇൻഫ്ലോറസൻസ്. സോ കാറ്റ്കിൻ ഇൻഫ്ലോറസൻസ് ഈസ് എ റെസിമോസ് ഇൻഫ്ലോറസൻസ് വെയർ പെഡങ്കിൾ ഈസ് ഡ്രൂപ്പിംഗ് അല്ലെങ്കിൽ താഴോട്ട് തൂങ്ങിക്കിടക്കുന്നു. ആൻഡ് ഇറ്റ് ഹാസ് ഫ്ലവേഴ്സ് ഓൺ ആൻ ആക്രോപിറ്റൽ സക്സഷൻ. ഓൾഡർ ഫ്ലവേഴ്സ് ബേസിലും യങ്ങർ ഫ്ലവേഴ്സ് ടിപ്പിലും കാണുന്ന രീതിയിൽ ഒരു ആക്രോപിറ്റൽ സക്സഷനിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് വൺ ഈസ് കോൾഡ് സ്പാഡിക്സ്. എന്താണ് സ്പാഡിക്സ്? ചേമ്പിൻ്റെ ഫ്ലവർ, ആന്തൂറിയം, ഇതൊക്കെ എന്താണ്? സ്പാഡിക്സ് ആണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? റാച്ചിസ് ഈസ് ഫ്ലഷി. ഈ നടുക്ക് കാണുന്ന റാച്ചിസ് എന്താണ്? വളരെ ഫ്ലഷിയാണ്. നടുക്ക് കാണുന്ന റാച്ചിസ് ഫ്ലഷിയാണ്. ആ ഫ്ലഷി റാച്ചിസിനകത്തോട്ട് ഫ്ലവേഴ്സ് കുഴിഞ്ഞിരിക്കുന്നത് പോലെയാണ് ഇരിക്കുന്നത്. എക്സാമ്പിൾ ഇൻഫ്ലോറസൻസ് ഓഫ് കൊളക്കേഷ്യ, അതുപോലെ ആന്തൂറിയം ഫ്ലവേഴ്സ് കണ്ടിട്ടുണ്ടാവുമല്ലോ. സോ ആന്തൂറിയം ഫ്ലവേഴ്സ് ആൻഡ് കൊളക്കേഷ്യ ഹാസ് ദിസ് കൈൻഡ് ഓഫ് സ്പാഡിക്സ്. So spadix is an inflorescence where rachis or peduncle is fleshy. Within the rachis, ഇതിനകത്ത് sessile flowers ആണ് കാണുന്നത്. Normally sessile flowers are engulfed or present within the rachis. റാച്ചിസിനകത്തോട്ടിരിക്കുന്നത് പോലെയാണ് കാണുന്നത്. നിങ്ങൾക്കറിയാം ആന്തൂറിയത്തിൽ നടുക്കിരിക്കുന്ന തണ്ട് പോലത്തെ ഭാഗം എപ്പോഴാണ് പുറത്തോട്ട് വരുന്നത്? ഫ്ലവർ മെച്ചറാകുമ്പോൾ മാത്രം പൊടി പോലെ പുറത്തോട്ട് പോളൻ ഗ്രെയിൻസ് വന്നിരിക്കും. അതർവൈസ് ഇറ്റ് ഈസ് എംബഡഡ്, അകത്തോട്ടാണ് ഫ്ലവർ ഇരിക്കുന്നത്.
So this is called spadix. Now another one inflorescence is called umbel inflorescence. Umbelliferae, malli, കൊത്തമല്ലിയുടെ ഫാമിലിയുടെ ഫ്ലവേഴ്സ് ആണ്, ആ ഫാമിലിയിൽ വരുന്നതാണ്. So what is happening here? Here the flowers, നേരത്തെ പറഞ്ഞതുപോലെ ഓൾഡർ ഫ്ലവർ പെരിഫറിയിലും യങ്ങർ ഫ്ലവർ അകത്തുമാണ് കണ്ടത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാധാരണ എങ്ങനെയാണ്, ഒരു പെഡങ്കിൾ ഇങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്യും അല്ലേ, ഒരു ഇലോങ്ങേറ്റഡ് പെഡങ്കിളിന്റെ സൈഡിലോട്ട് ഫ്ലവേഴ്സ് വരും. ഇവിടെ എന്താ പറ്റുന്നത് വെച്ചാൽ പെഡങ്കിൾ ഈസ് കണ്ടൻസ്ഡ്. യങ്ങർ ഫ്ലവേഴ്സ് നടുക്ക് തന്നെ വരുന്നു, പക്ഷെ പെഡങ്കിൾ കണ്ടൻസ്ഡ് ആയതുകൊണ്ട് ഓരോ ഫ്ലവറും തമ്മിൽ അകലമില്ല. അപ്പം എല്ലാ ഫ്ലവറും അടുത്തടുത്ത് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങി. അങ്ങനെ ഫ്ലവേഴ്സ് കണ്ടതാണ് അമ്പൽ. സോ ഇൻ അമ്പൽ ഇൻഫ്ലോറസൻസ് the peduncle is not elongated and as a result or peduncle is condensed. So flowers form a group at the center. ഒരു ഗ്രൂപ്പായിട്ട് നിന്നു. Younger flowers are seen towards the center and the older flowers are seen towards the periphery. And this kind of inflorescence is called umbel. This inflorescence is common in Umbelliferae family. അതായത് മല്ലി, ജീരകം ആ ഫാമിലിയാണ്. The next one is called a spikelet. What is a spikelet? അതായത് അതൊരു കണ്ടൻസ്ഡ് സ്പൈക്ക് ആണ്. നമ്മൾ നേരത്തെ സ്പൈക്കിനെ പറ്റി പറഞ്ഞു, ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള റാച്ചസിൽ രണ്ട് സൈഡിലോട്ട് ഫ്ലവർ വരുന്നു, മുകളിൽ യങ്ങർ ഫ്ലവേഴ്സ് വരുന്നു, അങ്ങനെയുള്ളതിന്റെ പേരാണ് സ്പൈക്ലെറ്റ്. പക്ഷെ എന്നാൽ സ്പൈക്ക് കണ്ടൻസ് ചെയ്ത് ഇവിടെ നോക്ക്, സ്പൈക്ക് ഇത് നെൽച്ചെടിയുടെ ഫ്ലവർ ആണ് കാണിക്കുന്നത്, നെല്ലിന്റെ ഫ്ലവർ ആണ്. ഇവിടെ സ്പൈക്ക് ഇതാണ് സ്പൈക്ക് കണ്ടൻസ് ചെയ്തു. അതിലെ ബ്രാക്റ്റിയോൾസും ബ്രാക്റ്റും ഒക്കെ വളരെ വലുതാണ്. അങ്ങനെ ഈ ബ്രാക്റ്റിയൊക്കെ പറയുന്ന പേരാണ് ലെമ്മായും പാലിയയും. ഇങ്ങനെ ബ്രാക്റ്റിയോളിനും പറയുന്ന പേര് ലെമ്മ, പാലിയ എന്നൊക്കെയാണ്. ലെമ്മ ആൻഡ് പാലിയ. ആൻഡ് വിത്തിൻ ദിസ് പെരിയാന്തുണ്ട്. അത് 2-3 റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ലോഡിക്യൂൾസ് ആണ് പെരിയാന്ത് എന്ന് പറഞ്ഞാൽ ഇസ് മോണോകോട്ടിൽ കാണുന്ന കാലിക്സോ കൊറോളയോ ഒന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത സ്ട്രക്ചേഴ്സിന് പറയുന്ന പേരാണ് പെരിയാന്ത്. ആ പെരിയാന്ത് 2-3 ലോഡിക്യൂൾസ് ഉണ്ട്. ലോഡിക്യൂൾസ് എന്ന് വെച്ചാൽ ചെറിയ തിൻ ഫൈബർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് എന്താണ്, സ്റ്റേമൻസും ഉണ്ട്, ചിലതിൽ സ്റ്റിഗ്മയും ഉണ്ട്. ഓക്കെ, അപ്പം നെൽച്ചെടിയിൽ കാണുന്ന ഇൻഫ്ലോറസൻസ് ആണ് സ്പൈക്ലെറ്റ്. സോ ഇറ്റ്സ് എ കണ്ടൻസ്ഡ് സ്പൈക്ക്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ളതിന് റാച്ചസിന് പറയുന്ന പേരാണ് റാച്ചില്ല എന്നാണ്. ദേ ആർ വെരി ഷോർട്ട്. പിന്നെ ബ്രാക്സ് ഉണ്ട്. ഒന്നോ രണ്ടോ ബ്രാക്റ്റുകൾക്ക്, 1-2 ബ്രാക്റ്റുകൾക്ക് പറയുന്ന പേരാണ് ഗ്ലൂംസ് എന്ന് പറയും. ഗ്ലൂംസ്. അതിൻ്റെ മുകളിലോട്ട് വരുന്ന ഗ്ലൂംസിന് പറയുന്ന പേരാണ് ലെമ്മാസ്. അത് ഫ്ലവറിനെ സബ്റ്റൻഡ് ചെയ്യും. ഓരോ ഗ്ലൂമിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ലെമ്മ എന്നും പാലി എന്ന് പറയുന്ന ബ്രാക്റ്റിയോൾസ് ഉണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഞ്ചിലെറ്റ്. ഇതൊരു സ്പൈക്ലെറ്റിന്റെ പാർട്ടാണ്. ലെമ്മ, വലിയ ബ്രാക്റ്റ്, പാലി ഉണ്ട്. ഏറ്റവും താഴെ കാണുന്ന ബ്രാക്റ്റിന് പറയുന്ന പേര് ഗ്ലൂം. അപ്പോൾ ഇതിനകത്ത് ബ്രാക്റ്റുകളാണ് കൂടുതലായിട്ട് പ്രൊനൗൺസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അല്ലാതെ ലോഡിക്യൂൾസ് ഒന്നും വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഒരു ഇൻഫ്ലോറസൻസിന് പറയുന്ന പേരാണ് സ്പൈക്ലെറ്റ്. സോ ദിസ് ദ ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് എ സ്പൈക്ലെറ്റ്. നൗ ഇതുവരെ നമ്മൾ പറഞ്ഞത് ഇതെല്ലാം സിമ്പിൾ റെസിമോസ് ഇൻഫ്ലോറസൻസുകളാണ്. നൗ when racemose flower, നമ്മൾ പറഞ്ഞു what is the difference between simple racemose inflorescence and compound racemose inflorescence? The basic difference is whether the peduncle is branching or not. peduncle ബ്രാഞ്ച് ചെയ്ത് മാറുന്നുണ്ടോ ഇല്ലയോ, അതാണ് സിമ്പിൾ ആണോ കോമ്പൗണ്ട് റെസിമോസ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നുള്ള വ്യത്യാസം. സോ when the peduncle of a racemose inflorescence undergo branching, such kind of an inflorescence is called compound racemose inflorescence. First one is called a panicle. എന്ന് വെച്ചാൽ I can just tell you an example. The example is Mangifera indica. What is it? See the diagram. The main peduncle branches 1, 2, 3 ഇങ്ങനെ പലതായിട്ട് ബ്രാഞ്ച് ചെയ്യുന്നു. ഓരോ ബ്രാഞ്ചിലും ഫ്ലവർ ആക്രോപീറ്റൽ സക്സഷനിൽ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഓരോ ബ്രാഞ്ചിലും ഓൾഡർ ഫ്ലവേഴ്സ് ബേസിലും യങ്ങർ ഫ്ലവേഴ്സ് ടിപ്പിലും തന്നെ വരും. അങ്ങനെ ആക്രോപീറ്റൽ സക്സഷനിൽ ഉണ്ടാവും. അതോടൊപ്പം മെയിൻ ബ്രാഞ്ചിന്റെ മുകളിലും ടിപ്പിലും ഫ്ലവർ ഉണ്ടാവും. ഓൾഡർ ഫ്ലവേഴ്സ് ആർ സീൻ ടുവേർഡ്സ് ബേസ്, അല്ലെങ്കിൽ ഓൾഡർ ബ്രാഞ്ചസ് ആർ സീൻ ടുവേർഡ്സ് ദ ബേസ് ആൻഡ് യങ്ങർ ഫ്ലവേഴ്സ് ആർ സീൻ ടുവേർഡ്സ് ദ ടിപ്പ്. ദിസ് കൈൻഡ് ഓഫ് ഇൻഫ്ലോറസൻസ് ഈസ് കോൾഡ്
പാനിക്കിൾ. അതായത് റസീമുകൾ ചേർത്ത് വെച്ച, നേരത്തെ പറഞ്ഞ റസീമുകൾ ചേർത്ത്, നേരത്തെ നമ്മൾ സിമ്പിൾ റസീം പറഞ്ഞു, അതുപോലെ റസീമുകൾ ചേർത്ത് വെക്കുന്ന ഒരു വലിയ, അതായത് ഈ മെയിൻ ആക്സിസിൽ ഇത് ഓരോന്നും ഓരോ റസീമാണ്. അങ്ങനെ മൾട്ടിപ്പിൾ റസീമുകളെ ചേർത്ത് വെച്ചുണ്ടാക്കിയ ഒരു കോമ്പൗണ്ട് സ്ട്രക്ചറാണ് പാനിക്കിൾ. അതുകൊണ്ടാണ് ഈ ഇൻഫ്ലോറസൻസിന്റെ ആക്സിസ് ബ്രാഞ്ച് ചെയ്തിട്ടുണ്ടാണ് അതെന്തായത് കോമ്പൗണ്ട് റസീമായിട്ട് മാറിയത്. വി ഡിസ്കസ്ഡ് അബൌട്ട് എ കൊറിംബ്. നേരത്തെ നമ്മളൊരു കൊറിംബിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് കൊറിംബ്? ഇൻ കൊറിംബ്, ആസ് ഐ ടോൾഡ് യു, ഇറ്റ്സ് എ റെസിമോസ് ഇൻഫ്ലോറസൻസ് വെയർ ദി younger flowers are seen in the middle and older flowers are seen in the younger flowers in the middle and older flowers are in the periphery. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൊറിമ്പുകൾ, അങ്ങനെയുള്ള കുറേ കൊറിമ്പുകൾ ചേർത്ത് വയ്ക്കുന്ന ഒരു ഇൻഫ്ലോറസൻസിന്റെ പേരാണ് കോമ്പൗണ്ട് കൊറിമ്പ്. അത് സാധാരണ കാണുന്നത് കാഷ്യ സെസാമിയ എന്ന് പറയുന്ന പ്ലാന്റിലൊക്കെയാണ് കാണുന്നത്. അതായത് നമ്മുടെ നാച്ചുറലി നമ്മൾ കാണുന്ന പല പ്ലാന്റ്സിനും കോമ്പൗണ്ട് കൊറിമ്പുണ്ട്, പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാറില്ല. ഐ കൻ ജസ്റ്റ് ഷോ യു ആൻ ഇമേജ്. ഒരു കോമ്പൗണ്ട് കൊറിമ്പ് എന്ന് വെച്ചാൽ കൊറിമ്പ് തന്നെയാണ്. ആ കൊറിമ്പ് ഈ ഓരോ ഇൻഫ്ലോറസൻസും ഒരു കോമൺ പെഡങ്കിളുണ്ട്, അതിൽ നിന്ന് കുറേ സ്പൈക്ലെറ്റ് ഉണ്ട്, കുറേ ബ്രാഞ്ചുകൾ ഉണ്ടായി. അത് ഓരോന്നും ഓരോന്നും ഓരോ കൊറിമ്പായിട്ട് കാണും. അങ്ങനെയുള്ളതിനെ പറയുന്നവരാണ് കോമ്പൗണ്ട് കൊറിമ്പ്. സോ ഇറ്റ്സ് എ ക്ലസ്റ്റർ ഓഫ് കൊറിമ്പ്. ഞാനൊരു ഇമേജ് കാണിക്കാം. See this diagram. It's a cluster of കൊറിമ്പ്. കണ്ടല്ലോ, ഇത് ഓരോന്നും ഓരോ കൊറിമ്പുകളാണ്. അങ്ങനെയുള്ള മൾട്ടിപ്പിൾ കൊറിമ്പുകൾ ചേർത്ത് വെച്ചാൽ അതിന് പറയുന്ന പേരാണ് കോമ്പൗണ്ട് കൊറിമ്പ്. Now another one is called a compound spike. Now what is a spike? I have told you. Spike is an inflorescence which are having sessile flowers. അതായത് sessile ആണ് അവിടുത്തെ ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സിന് എന്തില്ല? ഫ്ലവേഴ്സിന് പെഡിസൽ ഇല്ല. അപ്പം പെഡിസൽ ഇല്ലാത്ത സെസൈൽ ഫ്ലവേഴ്സ് ചേർത്ത് വെച്ചുണ്ടാക്കിയതാണ് സ്പൈക്ക്. പക്ഷെ അങ്ങനെ മൾട്ടിപ്പിൾ സ്പൈക്കുകൾ ഒരു ബ്രാഞ്ചിൽ നിന്നുണ്ടായിരുന്നാൽ അതിന് പറയുന്ന പേരാണ് കോമ്പൗണ്ട് സ്പൈക്ക്. നമ്മുടെ ചുറ്റും കാണുന്ന ചീരയിൽ കോമ്പൗണ്ട് സ്പൈക്ക് ആണ് ഉണ്ടാകുന്നത്. സോ ദിസ് ഈസ് കോമ്പൗണ്ട് സ്പൈക്ക്. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സ്പൈക്ക്. Their inflorescence, the flowers are sessile. They have bract, but they are sessile. And they show branching. ബ്രാഞ്ച് ചെയ്ത് മൾട്ടിപ്പിൾ സ്പൈക്കുകൾ ഒന്നിച്ച് ചേർത്ത് വെച്ചിട്ടുണ്ടാവും. അതിന് പറയുന്ന പേരാണ് കോമ്പൗണ്ട് സ്പൈക്ക്. കാണുന്ന ചെടി ചീരച്ചെടി. Now another one is called compound spadix. പന, തെങ്ങ്, നമ്മുടെ ചേനയിലൊക്കെ കാണുന്ന സ്ട്രക്ചേഴ്സിന്റെ പേരാണ് കോമ്പൗണ്ട് സ്പാഡിക്സ്. എന്താണ് അതിന്റെ പ്രത്യേകത? അതുപോലെ എന്താണ് അതിന്റെ പ്രത്യേകത? ഫ്ലഷി ആക്സിസ് ആയിട്ടുള്ള സ്പാഡിക്സ് ബ്രാഞ്ച് ചെയ്യും. ഈ ബ്രാഞ്ച് എന്താണ്? അതിനകത്ത് നടുക്കുള്ള ഈ തണ്ട്, അല്ലെങ്കിൽ പനയിലാണെങ്കിൽ ദിസ് ഇസ് ദ സ്പാഡിക്സ്. ആ സ്പാഡിക്സ്, നടുക്കുള്ള സ്പാഡിക്സ് എന്ത് ചെയ്യും? ബ്രാഞ്ച് ചെയ്യും. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ നിങ്ങളടുത്ത് പറയട്ടെ. തെങ്ങ്, നിങ്ങൾക്കറിയാലോ, തെങ്ങിലൊരു കൂമ്പുണ്ടാവും അല്ലേ? എന്താണ് ആ കൂമ്പ്? ആ കൂമ്പിന്റെ പുറത്ത് കാണുന്ന, നമ്മൾ കൊതുമ്പ് എന്നൊക്കെ പറയില്ലേ, തീയരിക്കാൻ ഉപയോഗിക്കുന്ന കൊതുമ്പ് എന്ന് പറയുന്ന സാധനം, അതിന്റെ സ്പെയ്ത്ത് ആണ്. അതിനെ പറയുന്ന പേര് സ്പെയ്ത്ത് എന്നാണ് പറയുന്നത്. സ്പെയ്ത്ത്, അതാണ് കവറിങ്. അകത്തുള്ളതാണ് സ്പാഡിക്സ്. ആ സ്പാഡിക്സ് ബ്രാഞ്ച് ചെയ്തിട്ടാണ്, അതിലാണ് നമ്മൾ തേങ്ങയൊക്കെ പിടിച്ചിരിക്കുന്ന ക്ലാഞ്ഞിൽ എന്നൊക്കെ പറയുന്ന, അത് അതിന്റെ സ്പാഡിക്സ് ആണ്. അപ്പം ഇവിടെ എന്താണ്? ബ്രാഞ്ച്ഡ് സ്പാഡിക്സ് എന്ന് പറയുന്ന പേരാണ്. അങ്ങനെ സ്പാഡിക്സ് ബ്രാഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്നതാണ്, അതായത് ഫ്ലഷി ആയിട്ടുള്ള സ്പാഡിക്സിന്റെ ആക്സിസ് ബ്രാഞ്ച് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് കോമ്പൗണ്ട് സ്പാഡിക്സ്. Now another one is called compound അമ്പൽ. We know there is അമ്പൽ ഇൻഫ്ലോറസൻസ്. അങ്ങനെയുള്ള അമ്പൽ ഇൻഫ്ലോറസൻസുകൾ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് അമ്പൽ ഇൻഫ്ലോറസൻസ് ചേർത്ത് ഒരു കോമ്പൗണ്ട് ഇൻഫ്ലോറസൻസ് ഉണ്ടായാൽ അതിന് പറയുന്ന പേരാണ് കോമ്പൗണ്ട് അമ്പൽ ഇൻഫ്ലോറസൻസ്. എന്താണ് അമ്പൽ ഇൻഫ്ലോറസൻസിന്റെ പ്രത്യേകത? പെഡങ്കിൾ വാസ് റെഡ്യൂസ്ഡ് വെരി മച്ച്. പെഡങ്കിൾ വളരെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഫ്ലവേഴ്സ് എല്ലാം കൂടെ ചേർന്ന് ഒറ്റ പോയിന്റിൽ നിന്ന് ഇരിക്കുന്നത് പോലെ തോന്നും. സീ ദിസ് ഡയഗ്രാം. ഇറ്റ്സ് എ ടിപ്പിക്കൽ കോമ്പൗണ്ട് അമ്പൽ ഇൻഫ്ലോറസൻസ്. സീ ഫ്രം വൺ പോയിന്റ് കുറേ ഇൻഫ്ലോറസൻസ്, കുറേ ബ്രാഞ്ചുകൾ ഉണ്ടാകുന്നു. ഓരോ ബ്രാഞ്ചുകളിലും എന്താണ്? ഓരോ അമ്പൽ ഇൻഫ്ലോറസൻസുകളാണ്. അവിടെ എന്താണ്? ഓരോ പെഡങ്കിൾ റെഡ്യൂസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഫ്ലവേഴ്സ് എല്ലാം കൂടെ ചേർന്ന് ഒരു പോയിന്റിലും തുടങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്നു. Another one is called head inflorescence. നിങ്ങൾക്കറിയാം, തൊട്ടാവാടിയുടെ ഫ്ലവർ നിങ്ങൾ കണ്ടുണ്ടോ? തൊട്ടാവാടി ഫ്ലവേഴ്സ്. തൊട്ടാവാടിയുടെ ഒരു പ്രത്യേകത എന്താണ്? സസൈൽ ഫ്ലവേഴ്സ് ആണ്. എന്തില്ല? സ്റ്റോക്കില്ലാത്ത ഫ്ലവേഴ്സ്. അതായത് തലാമസിന്റെ
ടിപ്പ് വന്നു. വാട്ട് ഈസ് തലാമസ്? ടിപ്പ് ഓഫ് പെഡിസൽ ഈസ് കോൾഡ് തലാമസ്. ഈ തലാമസ് ഒരു ഗ്ലോബുലാർ സ്ട്രക്ചറായിട്ട് അറ്റത്ത് ഇങ്ങനെ വന്ന് നിൽക്കും. അതിൽ നിന്ന് കുറേ ഫ്ലവേഴ്സ് അങ്ങ് വരും. കുറേ ഫ്ലവേഴ്സ് വരും. ആ ഫ്ലവേഴ്സ് ഫോം ചെയ്ത് ആ റൗണ്ടഡ് സ്ട്രക്ചേഴ്സിനെ കവർ ചെയ്ത് അങ്ങനെ നിൽക്കും. ആ ഫ്ലവേഴ്സ് എല്ലാം സെസൈലാണ്. അങ്ങനെയുള്ള ഇൻഫ്ലോറസൻസിനെ പറയുന്ന പേരാണ് ഹെഡ് ഇൻഫ്ലോറസൻസ്. ഹെഡ് ഇൻഫ്ലോറസൻസ് എന്ന് പറയും. ഇനി ഈ ഹെഡ് ഇൻഫ്ലോറസൻസും ഹെഡ് ഓർ ക്യാപിറ്റലോ എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ക്യാപിറ്റലും ഇൻഫ്ലോറസൻസും ഹെഡ് ഇൻഫ്ലോറസൻസും തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്താണെന്നറിയോ? ക്യാപിറ്റലം ഇൻഫ്ലോറസൻസ് സാധാരണ കാണുന്നത് കമ്പോസിറ്റേ ഫാമിലിയിലാണ്. കമ്പോസിറ്റേ ഫാമിലി, കമ്പോസിറ്റ് എന്ന് വെച്ചാൽ സൂര്യകാന്തിയുടെയൊക്കെ ഫാമിലിയിലാണ്. അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഹെഡ് പോലെ തന്നെ തലാമസ് ഒരു ഫ്ലാറ്റൻഡ് സ്ട്രക്ചേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ അതിൽ 2 ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ട്. ആ ഫ്ലവേഴ്സിന് പറയുന്ന പേര് ഫ്ലോററ്റ്സ് എന്നാണ്. ഫ്ലോററ്റ് എന്നാണ് പറയുന്നത് ക്യാപിറ്റൽ ഇൻഫ്ലോറസൻസിൽ. ഫ്ലോററ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലവർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. ഇനി ഇതിന്റെ ബേസിൽ നമുക്കറിയാം സൂര്യകാന്തിയുടെ അല്ലെങ്കിൽ ഡാലിയുടെ ഒക്കെ ഫ്ലവർ എടുത്താൽ നിങ്ങൾക്കറിയാം പുറത്ത് കുറേ പച്ച ബ്രാക്റ്റുകളുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബ്രാക്റ്റ്, കുറേ അധികം ബ്രാക്റ്റ് പുറത്ത് കാണും. ആ ബ്രാക്റ്റിനകത്ത് ഇങ്ങനെ ഒരു ഫ്ലവർ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് കാണാം. അപ്പം അതുകൊണ്ട് ഹെഡ് ഓർ ക്യാപിറ്റലം ഇൻഫ്ലോറസൻസ് എന്ന് പറഞ്ഞാൽ ആ ഇൻഫ്ലോറസൻസിനകത്ത് എന്താണ് അകത്ത്, അതായത് ഏറ്റവും പുറത്ത് ഈ തലാമസിന്റെ ടോപ്പ് ഫ്ലാറ്റൻഡ് ആയിട്ടുണ്ട്. അതിന്റെ പുറത്ത് ആദ്യം വരുന്നത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കുറേ ബ്രാക്റ്റുകൾ ഒന്നിച്ച് അറേഞ്ച് ചെയ്തിരിക്കും. അതിന്റെ പേരാണ് ഇൻവല്യൂക്കർ ഓഫ് ബ്രാക്ട്. ആ ബ്രാക്റ്റിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ട്. അതിനകത്ത് പുറമേ കാണുന്ന ഫ്ലവേഴ്സ് ഷോയി ആയിരിക്കും. ഈ എതളുകൾ പോലെ കാണുന്നത് ഈ ഫ്ലവേഴ്സ് ഷോയി ആണ്. അത് നോൺ റീപ്രൊഡക്റ്റീവ് ആണ്. അകത്തോട്ട് കാണുന്നതിലാണ് റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ബൈസെക്ഷലോ യൂണിസെക്ഷലോ ഒക്കെ ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ ഫംഗ്ഷനുള്ള എന്താണ് ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഒക്കെ ഉള്ള ഫ്ലവേഴ്സ് കാണുന്നത് സെൻട്രൽ പോർഷനിലാണ്. ഈ പുറത്ത് കാണുന്നതിന് പറയുന്ന പേര് റേ ഫ്ലോററ്റ്സ് എന്നാണ്. പുറമേ കാണുന്ന ഷോയി ആയിട്ടുള്ള ഫ്ലവേഴ്സിന് പറയുന്ന പേര് റേ ഫ്ലോററ്റ്സ് ആണ്. നടുക്ക് കാണുന്നത് ഡിസ്ക് ഫ്ലോററ്റ് ആണ്. അപ്പോൾ തിരിച്ചറിയുക, നിങ്ങൾ കാണുന്ന സൂര്യകാന്തി പൂവിലോ നിങ്ങൾ കാണുന്ന ഡാലിയോ ചെടിയിലോ നടുക്കുള്ള ഭാഗമാണ് റീപ്രൊഡക്ഷൻ സെർവ് ചെയ്യുന്നത്. അത് റീപ്രൊഡക്റ്റീവ് ഫ്ലവേഴ്സ് ആണ്. അതിന് പറയുന്ന പേര് റേ ഫ്ലോററ്റ്. പുറമേ കാണുന്ന ഷോയി ആയിട്ടുള്ള ഫ്ലവേഴ്സ് അത് എതളുകളല്ല, ഫ്ലവേഴ്സ് ആണ്. അതിന് പറയുന്ന പേരാണ് റേ ഫ്ലോററ്റ്. നടുക്ക് കാണുന്നത് ഡിസ്ക് ഫ്ലോററ്റ് എന്നാണ് പറയുന്നത്.